ഉറച്ച നിലപാടുകൾ, വികസനം ലക്ഷ്യം വയ്ക്കുന്ന പരിഷ്കാരങ്ങൾ, ഇന്നൊവേഷൻ ഹബ്ബുകൾ, വ്യവസായ ഇടനാഴികൾ, വ്യവസായ പാർക്കുകൾ. വ്യവസായ നിക്ഷേപത്തിന് ഇന്ത്യയിലെ ഏറ്റവും യോജ്യമായ ഇടമായി കേരളത്തെ മാറ്റാനുള്ള ഉറച്ച കാൽവയ്പുകളാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന്റേത്. 2031 വ്യവസായ കേരളത്തിലേക്കുള്ള ഒരു വെർച്വൽ യാത്രയാണ് ഇത്. നമുക്ക് വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങാം. കണ്ണൂർ കാസർഗോഡ് വ്യവസായ ഇടനാഴി വടക്കൻ കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള ഒരു ഇടനാഴി. പരമ്പരാഗത വ്യവസായങ്ങളെയും എമർജിംഗ് സാങ്കേതിക വിദ്യകളിലെ സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കലാണ് ഒരു ലക്ഷ്യം. 2000 ഏക്കറിലായി വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ IT, ഫിൻടെക്, AI, റോബോട്ടിക്സ്, ടെക്സ്റ്റൈൽസ്, ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാകും. ഭൂമി ദൌർലഭ്യമാണ് നഗരങ്ങളിൽ വ്യവസായ വികസനത്തിന് വെല്ലുവിളി. ലഭ്യമായ ഭൂമിയിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് സംരംഭങ്ങൾക്ക് സ്ഥലലഭ്യത ഉറപ്പാക്കുകയാണ് പോംവഴി. പ്രധാന നഗരങ്ങളിൽ ഇങ്ങനെ ഉയരാൻ പോകുന്ന ബഹുനില കെട്ടിടങ്ങളിൽ ഇലക്ട്രോണിക്സ്, IT ഹാർഡ്വെയർ, സ്മാർട്ട് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളൊക്കെ കൂടുതൽ ഉയരങ്ങൾ താണ്ടും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആധുനിക വ്യവസായ ടൌൺഷിപ്പുകൾ രൂപപ്പെടുത്തും സർക്കാർ. സംരംഭ സൌഹൃദ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. സ്പെഷ്യൽ ടൌൺഷിപ്പ് അതോറിറ്റികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകത്തക്ക വിധം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. ഇവിടങ്ങളിലെ അനുമതികൾ വേഗത്തിലാകും. നിക്ഷേപ സൌഹൃദ നയങ്ങളുണ്ടാകും. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചു നൽകും. വയനാടിന്റെ ഹരിതാഭയിൽ ഇനി ഒരു കാപ്പി സുഗന്ധം കൂടി. അത്യാധുനിക കോഫി പാർക്കാണ് വിഭാവനം ചെയ്യുന്നത്. പ്ലാന്റേഷൻ, സംസ്കരണം, ഗവേഷണത്തിന് ലാബുകൾ, ഇതൊക്കെ കേന്ദ്രമാക്കി ടൂറിസം വികസനവും. അങ്ങനെ കോഫി പാർക്ക് പാരമ്പര്യവും സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന വിജയഗാഥയാകും. കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ. ബയോടെക്, ഇലക്ട്രോണിക്സ്, കായിക മേഖലകളിൽ വടക്കൻ കേരളത്തിന്റെ തിലകക്കുറിയാകാൻ പോകുന്ന പദ്ധതി. ലോകോത്തര നിലവാരമുള്ള ബയോടെക് ആൻഡ് ലൈഫ് സയൻസ് പാർക്ക് യാഥാർത്ഥ്യമാകും ഇവിടെ. ബയോഫാർമയിൽ ഗവേഷണവും മരുന്നു നിർമ്മാണവും ആരോഗ്യമേഖലയിൽ മലബാറിന്റെ കയ്യൊപ്പാകും. ESDM അഥവാ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിന്റെ കരുത്തുറ്റ ശാഖയാകും. സെമി കണ്ടക്ടറുകളും മൈക്രോചിപ്പുകളും സർക്യൂട്ട് ബോർഡുകളുമൊക്കെ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. അരീന മലബാർ കായിക മേഖലയ്ക്ക് വേണ്ടിയുള്ള നൂതനമായ ആശയമാണ് സ്പോർട്സ് മെട്രോപോളിസ്. ഈ സ്പോർട്സ് സിറ്റിയിൽ കായിക മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, കായികോപകരണങ്ങളുടെ ഉൽപാദനം, പരിശീലനം, ഒപ്പം സ്പോർട്സ് മെഡിസിൻ സൌകര്യങ്ങളും ഉണ്ടാകും. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. സുസ്ഥിര വ്യവസായ ക്ലസ്റ്ററുകൾ, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളൊക്കെയായി പാലക്കാടിന്റെ പവർ ഹൌസാകും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. 3806 കോടി രൂപയുടെ പദ്ധതി. പ്രതീക്ഷിക്കപ്പെടുന്ന നിക്ഷേപം 8700 കോടി രൂപയുടേത്. 51,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷ. ഗ്രഫീൻ അറോറ ഭാവിയുടെ പദ്ധതിയാണ്. നാളെയുടെ പദാർത്ഥം എന്നാണല്ലോ ഗ്രഫീൻ വിളിക്കപ്പെടുന്നത്. ഏറെ സാധ്യതകളുള്ള ഈ മേഖലയിൽ കാതലായ സംഭാവനകൾ നൽകാൻ പാലക്കാട് ഡിഫൻസ് പാർക്കിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് സാധിക്കും. ഈ മേഖലയിലെ ഗവേഷണം, എഞ്ചിനീയറിംഗ്, സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള സംരംഭകർക്കുള്ള പിന്തുണ ഒക്കെ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതി. സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സാങ്കേതിക വിസ്മയം. തൃശൂർ റോബോട്ടിക് പാർക്ക്. റോബോട്ടിക് മേഖലയിൽ പഠനം, ഗവേഷണം, നിർമ്മാണം, സംരംഭകത്വം ഇതൊക്കെയാണ് റോബോട്ടിക് പാർക്ക് ലക്ഷ്യമാക്കുന്നത്. സംരംഭകർക്ക് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാനും പരിശോധനകൾക്കും ഇവിടെ സൌകര്യമുണ്ടാകും.
തൃശൂർ ഇനി മിന്നിത്തിളങ്ങും. ജം ആൻഡ് ജ്വല്ലറി പാർക്ക് തൃശൂരിനെ സംരംഭക വേഷത്തിൽ അണിയിച്ചൊരുക്കും. ഹാൾമാർക്കിങ്ങിനും ആഭരണ പരിശോധനകൾക്കും ആഭരണ നിർമ്മാണത്തിനും ലോകോത്തര സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുക. ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും ഈ മേഖലയിലെ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രാപ്യമാക്കും. തൊഴിലവസരങ്ങളും കയറ്റുമതിയും വർദ്ധിക്കും. ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് കൊച്ചി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയോട് ചേർന്ന് കിടക്കുന്ന ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് കൊച്ചിയുടെ ബിസിനസ് ഹബ്ബാകും. അയ്യമ്പുഴയിൽ 358 ഏക്കറിലാണ് ഗ്ലോബൽ സിറ്റി വരുന്നത്. ലോകോത്തര സൌകര്യങ്ങളാണ് ഒരുങ്ങുക. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത പരിസ്ഥിതിക്കിണങ്ങിയ പദ്ധതികളാണ് ലക്ഷ്യം. AI, റോബോട്ടിക്സ്, ഇ-കൊമേഴ്സ് സംരംഭങ്ങൾക്കൊപ്പം ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണവും ഇവിടെയുണ്ടാകും. 1,00,000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാനാണ് സ്വപ്നം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി. ഹരിതോർജം ഭാവി കേരളത്തിന്റെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. വെള്ളം വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി ഭാവിയിലേക്കുള്ള ദിശാസൂചിയാണ്. കൊച്ചിയും തിരുവനന്തപുരവും ഹരിതോർജത്തിന്റെ ഹബ്ബുകളാകും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുള്ള ഹൈഡ്രജൻ ക്ലസ്റ്ററുകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് അത് ശേഖരിക്കാനും ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും സംവിധാനമുണ്ടാകും. സുസ്ഥിര ഭാവിയുടെ വാഗ്ദാനമാകും ഹരിതോർജം. ഈ പദ്ധതിക്കുള്ള വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ അംഗീകാരം കേരളത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾക്ക് പേരുകേട്ട ഇടുക്കി സ്പൈസസ് പാർക്കിന്റെ വികസനം കാണാൻ പോകുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ സംസ്കരണത്തിനും പാക്കേജിംഗിനും ആധുനിക ഉപകരണങ്ങൾ, കയറ്റുമതിക്ക് സഹായകമായ സംവിധാനങ്ങൾ. ലളിതമായി പറഞ്ഞാൽ കൃഷിയിടത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുന്നിടം വരെയുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും സ്പൈസസ് പാർക്കിൽ. കർഷകരുടെ പങ്കാളിത്തം, തിരിച്ചവർക്ക് ലഭിക്കുന്ന സാങ്കേതികവും അല്ലാത്തതുമായ പിന്തുണ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ, ആഗോള വിപണിയിലെ നമ്മുടെ കരുത്തുറ്റ സാന്നിധ്യം, ഇതൊക്കെയാണ് സ്പൈസസ് പാർക്കിന്റെ വികസനം ഉറപ്പാക്കുക. ഇടുക്കി കടന്ന് കോട്ടയത്തേക്കെത്തുമ്പോൾ കോട്ടയത്ത് മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി. 2000 ഏക്കറിൽ അതിവിശാലമായ ഇന്റഗ്രേറ്റഡ് ടൌൺഷിപ്പ്. പുനരുപയോഗ ഊർജത്തിന്റെ കരുത്തിലാകും പ്രവർത്തനം. വൻകിട വ്യവസായങ്ങളെയും MSMEകളെയും ഒരുപോലെ ഉൾക്കൊള്ളാനാകും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളും ആധുനിക ലോജിസ്റ്റിക് സംവിധാനങ്ങളും ഡിജിറ്റൽ കണക്ടിവിറ്റിയും ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റിയെ സമാനതകളില്ലാത്ത മാതൃകയാക്കും. ആലപ്പുഴയിൽ അവസരങ്ങളുടെ കടൽ ആധുനികതയുടെ കരയെ തൊടുന്നു. അവിടെ മാരിടൈം ആൻഡ് മറൈൻ പാർക്ക് രൂപപ്പെടുന്നു. കേരളത്തിന്റെ ബ്ലൂ ഇക്കണോമി നീന്തി മുന്നേറാനൊരുങ്ങുന്നു. മറൈൻ ബയോടെക്നോളജിക്കായി ഒരു ഹബ്. സമുദ്രോൽപ്പന്ന സംസ്കരണം മുതൽ ബോട്ട് നിർമ്മാണം വരെ കടലുമായും കടലാൽ ജീവിക്കുന്ന മനുഷ്യർക്കും വ്യവസായങ്ങൾക്കും വേണ്ടതെല്ലാം. ഗവേഷണം മുതൽ കയറ്റുമതി വരെ നീളുന്ന പ്രവർത്തന ശൃംഖല ആഗോള വിപണിയിൽ നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് ആധുനിക വിളക്കുമരങ്ങളാകും. കടലിന്റെ പ്രതിഫലനമാകും പാർക്കിന്റെ വാസ്തുശില്പം. കേരളം ഒരു സർക്കുലർ എക്കണോമി മോഡൽ സംസ്ഥാനമാകുന്നതിലേക്കുള്ള സുപ്രധാന ചുവടാണ് പത്തനംതിട്ടയിൽ വരാൻ പോകുന്ന സർക്കുലർ ഇക്കണോമി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. സുസ്ഥിര വികസനത്തിനുള്ള വിശാല കാഴ്ചപ്പാടാണ് മാലിന്യം വിഭവ സ്രോതസ്സാവുക എന്നത്. ഭാവി ഭീഷണികളായ പ്ലാസ്റ്റിക്, റബ്ബർ, വേസ്റ്റ് തുടങ്ങിയവയുടെ പുനരുപയോഗം സാധ്യമാക്കുന്ന കമ്പനികളാകും ഇവിടെ പ്രവർത്തിക്കുക. പ്രകൃതിക്ക് യോജ്യമായ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, പുനരുപയോഗ ഊർജം, നെറ്റ് സീറോ കാർബൺ എമിഷൻ, ESG കംപ്ലയൻസ് എന്നിവയൊക്കെ സർക്കുലർ ഇക്കണോമി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ സവിശേഷതകളാണ്. മെഗാ ഫുഡ് പ്രോസസിംഗ് പാർക്ക് കൊല്ലം. സമുദ്രോൽപ്പന്നങ്ങളും കരയിൽ നിന്നുള്ള നാളികേരവും കശുവണ്ടിയും ഒക്കെ അടിസ്ഥാനമാക്കി അതിവിശാലമായ ഒരു ഭക്ഷ്യ സംസ്കരണ പാർക്ക്. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും പ്രൊഫഷണൽ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് മികവുകളും സംയോജിപ്പിക്കാനാണ് ശ്രമം. ഒപ്പം ഈ മേഖലയിലെ പഠനവും ഗവേഷണവും.
കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് പുതിയ കാലത്തിന്റെ സാധ്യതകൾ യുവാക്കൾക്ക് പ്രയോജനപ്പെടുത്താൻ ഒരു നൂതന പദ്ധതി. അക്കാദമിക് ഇൻഡസ്ട്രി പങ്കാളിത്തമാണ് പദ്ധതിയുടെ കരുത്ത്. നൂതനാശയങ്ങളും കണ്ടെത്തലുകളും വ്യവസായമോ വാണിജ്യമോ ആക്കി മാറ്റാനുള്ള പാഠങ്ങളടക്കം യുവാക്കൾക്ക് ലഭിക്കും. പുതിയ കാലത്തിന്റെ സംരംഭകരെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. PPP അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിലാകും നടപ്പാക്കുക. ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ് തിരുവനന്തപുരം. ഇന്റലിജന്റ് മൊബിലിറ്റി എന്ന ആശയം വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഒരു കാലത്തിരുന്നാണ് നാം ഇത്തരമൊരു പദ്ധതി രൂപപ്പെടുത്തുന്നത്. ഓട്ടോമൊബൈൽ മേഖലയുടെ വലിയ ഭാവിക്കനുസൃതമായ ബൃഹത്തും ആധുനികവുമായ ഇക്കോസിസ്റ്റമാണ് രൂപപ്പെടുത്തുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വാഹനങ്ങൾ, AI അധിഷ്ഠിത ഓട്ടോ പൈലറ്റ് വാഹനങ്ങൾ എന്നീ പുതുമേഖലകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ലക്ഷ്യം. ഗവേഷണവും പ്രോട്ടോടൈപ്പ് നിർമ്മാണവും സ്പെയർ പാർട്ട് നിർമ്മാണവും ഒക്കെയായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കുതിപ്പേകുകയും ചെയ്യും ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായി ചേർന്ന് ഒരു പുതുവിപ്ലവത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ് നാം. EV അലൈഡ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം. EV നിർമ്മാണം, സ്പെയർ പാർട്ടുകൾ, അനുബന്ധ സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലെല്ലാം അവസാന വാക്കാകുന്ന ഒരിടം. അതാണ് സ്വപ്നം. നിർമ്മാണം, പഠനം, ഗവേഷണം, വാണിജ്യ വ്യവസായവൽക്കരണം എന്നിവയിലെല്ലാം മുന്നേറ്റമുണ്ടാക്കും. തൊഴിലവസരങ്ങളുണ്ടാകും. സാമ്പത്തിക മുന്നേറ്റത്തിനും ഇത് വഴി തുറക്കും. മെഡിക്കൽ ബയോടെക് ഹബ് തിരുവനന്തപുരം. ജീവൽ ശാസ്ത്രത്തിൽ, ലൈഫ് സയൻസിൽ പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ് നാം ഈ പദ്ധതിയിലൂടെ. 500 ഏക്കറിൽ വിഭാവനം ചെയ്യുന്ന ബൃഹത് പദ്ധതിയാണ് ഇത്. ഇതിന്റെ ഭാഗമായ ഫാർമ ബയോടെക് സോൺ ഭാവിയിലേക്കുള്ള വാതിലാണ്. വാക്സിനുകൾ, ജൈവമരുന്നുകൾ അഥവാ ബയോസിമിലർ മരുന്നുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗവേഷണവും ഉൽപാദനവുമാണ് ലക്ഷ്യം. ബയോടെക് വികസന ദൌത്യമായ ബയോ 360, CSIR, NIIST എന്നിവയുടെ മികവിന്റെ കരുത്തിൽ വിദേശത്തുനിന്നടക്കമുള്ള കമ്പനികളെയും സ്ഥാപനങ്ങളെയും ഇവിടേക്ക് ആകർഷിക്കാനാകും. അറബിക്കടൽ വഴി ആഗോള വ്യാപാരത്തിലേക്കുള്ള കേരളത്തിന്റെ സുപ്രധാന ചുവടാണ് വിഴിഞ്ഞം തുറമുഖം. ലോക നിലവാരത്തിലുള്ള ഒരു വ്യാപാര സാമ്പത്തിക പവർ ഹൌസായി വിഴിഞ്ഞത്തെ മാറ്റുകയാണ് തുടർ ലക്ഷ്യം. വ്യവസായ ടൌൺഷിപ്പുകൾ, ഉൽപാദന കയറ്റുമതി മേഖലകൾ, സ്മാർട്ട് ബിസിനസ് സോണുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽവേ ലിങ്കേജും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ISROയും VSSCയും അടക്കമുള്ള സ്ഥാപനങ്ങളുടെ അനുഭവ സമ്പത്തിന്റെ കരുത്തിലാണ് നാം തിരുവനന്തപുരത്ത് എയ്റോ ഡിഫൻസ് ആൻഡ് ഡ്രോൺ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ രൂപപ്പെടുത്തുന്നത്. എയ്റോസ്പേസ് മേഖലയിലും ഡ്രോൺ സാങ്കേതികവിദ്യയിലും പുതുസാധ്യതകൾ തേടുകയാണ് നാം. ഗവേഷണം, ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തൽ, അവയുടെ വാണിജ്യ വ്യാപാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യം. പ്രതിരോധം, കൃഷി, പോലീസിംഗ്, ദുരന്ത നിവാരണം എന്നീ മേഖലകൾക്കൊക്കെ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് രൂപപ്പെടും. നവകേരള സൃഷ്ടിക്ക് സ്വപ്നതുല്യമായ ഗതിവേഗം നൽകും ഈ പദ്ധതികൾ ഓരോന്നും എന്നത് ഉറപ്പ്.